അവരെ യഥാർത്ഥത്തിൽ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണ്. അന്ന് അവർ വെറും 1000 രൂപയും 2000 രൂപയും കൊടുത്തുകൊണ്ടാണ് നിയമിച്ചത്. യഥാർത്ഥത്തിൽ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് വേതന വർധനവ് കൊടുക്കേണ്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റാണ് നമുക്ക് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അല്ലാതുള്ള സാഹചര്യത്തിൽ അവർക്ക് വേതന വർധനവ് കൊടുത്തുകൊണ്ട് ഇപ്പം നിലവിലുള്ള വർധനവ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിൽ കുറച്ച് താമസം നേരിട്ടവർക്ക് നമ്മൾ ശരിയാണ്, ആ താമസം വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഗവൺമെൻറ് കുറച്ച് സാമ്പത്തിക ഞെരുക്കം കാരണമായിരുന്നു അതാത് സമയത്ത് കൊടുക്കാൻ പറ്റാത്തത്. ഇവർക്കെല്ലാം അതാത് സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ആശാ വർക്കർമാരുടെയും ഒരു നേതാവെന്ന നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു. അവർക്ക് വേതന വർധനവ് കൊണ്ടുവരണമെന്നുള്ള ഒരു ഘട്ടമാണ് എന്ന് പറയുന്നെങ്കിലും നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ കൂടി നമ്മുടെ ഈ ആശാ വർക്കർമാരിൽ ഉണ്ടാകണം. അങ്ങനെ വന്നാൽ ഒരു നല്ല മാറ്റം നമുക്ക് കേരളത്തിലെ ആശാ വർക്കർമാരിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അല്ല, ഇടപെടൽ നടത്തി, സർക്കാർ നടത്തി. ഫിനാൻസ് വകുപ്പും നമ്മുടെ എനിക്ക് തോന്നുന്ന ആരോഗ്യ വകുപ്പും ഒക്കെ മന്ത്രിയും ഒക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. മരമടി മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പല പരാതികളും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ഭാഗം, ഇങ്ങോട്ടുള്ള കണ്ണൂർ ഭാഗം, ഇങ്ങോട്ട് വരുന്ന പല പ്രദേശം, നമ്മുടെ ആലപ്പുഴ ഭാഗം. കാരണം അവർ സ്ഥിരം ഇത് നടത്തുന്ന ആൾക്കാരാണ്. വലിയ കണ്ടങ്ങളിൽ നമുക്കറിയാം കാളകളെ ഉപയോഗിച്ചും മറ്റും അവർ വലിയ മഹോത്സവം, എനിക്ക് തോന്നുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവം പോലാണ് അവരത് പലപ്പോഴും നടത്തുന്നത്. അതിനുവേണ്ടി തയ്യാറാകുന്ന ഒട്ടേറെ കർഷകരും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ചില നിർദ്ദേശം വെച്ചു. ഞങ്ങൾക്കിത് നടപ്പിലാക്കുവാൻ, ഈ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടത് സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിൽ എനിക്ക് തോന്നുന്നു 4 കത്തുകൾ ഞങ്ങളുടെ വകുപ്പ് മുഖേന പോയിട്ടുണ്ട്. ഒരു മറുപടിയും കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ നിയമസഭയിലും അതിൻ്റെ ഒരു ചർച്ച വന്നു. അതിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് പല ഭാഗത്തു നിന്നും അപേക്ഷ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയിൽ അതൊരു നിയമമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വന്നത്. അതിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ തയ്യാറാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കൊടുത്തിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന മന്ത്രിസഭയിൽ അതുൾപ്പെടെ വെച്ചുകൊണ്ട് അവിടെയാണ് തീരുമാനമെടുക്കുന്നത്. നിയമസഭയിൽ ഈ ബില്ല് വരണമോ ഇത് നിയമമാക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് വരും. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മന്ത്രിസഭാ യോഗത്തിൽ അത് വരും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അതെ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. കാരണം ഇന്ത്യയുടെ 2 സംസ്ഥാനങ്ങളിൽ നിലവിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ നിയമങ്ങളിൽ ഞങ്ങളിപ്പോൾ പരിശോധിക്കുന്നു.